ശ്രീ വസന്ത്, ഇത് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ പറയുന്നത് ഓഡിറ്റിംഗ് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്ക് അറിയാത്തത് കൊണ്ട് അല്ല, മറിച്ച് നമ്മൾ ആളുകളിൽ മനഃപൂർവ്വം തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തെറ്റായ തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതെന്നാണ്. പിന്നെ അദ്ദേഹം എനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ വസ്തുതയായി ഞാൻ അവതരിപ്പിക്കുന്നതെന്നാണ്. എനിക്കെതിരെയുള്ള വിമർശനം തന്നെ ഞാനത് ഉൾക്കൊള്ളുന്നു. ശ്രീ വസന്ത് ശരിയാക്ക്, ഇതിനകത്ത് ക്രമക്കേടുകളൊന്നും ഉണ്ടായിട്ടില്ല, എല്ലാം ശരിയാവണ്ണം നേരാവണ്ണമാണ് നടന്നിട്ടുള്ളത്. അതിൻ്റെ കണക്കുകളൊക്കെ ഈ വരുന്ന 17-ാം തീയതി ദേവസ്വം ബോർഡിന് യോഗം ചേരുന്നുണ്ട്. അതിനുശേഷം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കൃത്യമായി വിവരങ്ങൾ നൽകും എന്നാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന CPM പ്രതിനിധി അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ പറഞ്ഞത്. കോൺഗ്രസിന്റെ സംശയങ്ങൾ മാറിയോ? നോക്കൂ ഗോപികൃഷ്ണൻ, അങ്ങയെപ്പറ്റി പറഞ്ഞതിൽ അങ്ങ് പരിഭവിക്കേണ്ട. പരിഭവമില്ല, പേടിയില്ല, സങ്കടമില്ല എന്നെനിക്കറിയാം. എങ്കിൽ പോലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി AKG സെന്ററിൽ നിന്ന് വിതരണം ചെയ്യുന്ന ക്യാപ്സ്യൂൾ ആ കണക്കിനാണ്. നോക്കൂ, K സച്ചിദാനന്ദൻ മാഷിനെ, കൽപ്പറ്റ നാരായണൻ മാഷിനെ ഒക്കെ സംഘികളാക്കുകയാണ്. ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം രാജീവ് പറഞ്ഞത് സർക്കാരിനെതിരായ വിമർശനം ഉന്നയിക്കുന്നവർ സംഘപരിവാറിന് വാതിലൊരുക്കി കൊടുക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അതായത് സച്ചിദാനന്ദൻ മാഷിനെ പോലെ സാംസ്കാരിക രംഗത്ത് നിൽക്കുന്ന ഒരാൾ സർക്കാരിനെതിരെ പറഞ്ഞപ്പോൾ, ഇന്നലെ വരെ ഇവർക്ക് വേണ്ടി വാഴ്ത്തുപാട്ട് നടത്തിയ ഒരാൾ ഇന്ന് മാറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് സംഘപരിവാറിന് വഴിയൊരുക്കുകയാണ്, നിങ്ങൾ സംഘിയാണ് എന്നാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള ക്യാപ്സ്യൂളും ആ രീതിയിലുള്ള നരേഷനുമാണ് കുറച്ച് ദിവസങ്ങളായി സപ്ലൈ ചെയ്യപ്പെടുന്നത്. അതുതന്നെയാണ് ഇടതു പ്രതിനിധി ഇവിടെയും എടുത്ത് ഉപയോഗിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. ഞാൻ ചോദിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഈ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബർ മാസം 20-ാം തീയതി 2025 ഇത് നടത്തപ്പെടുന്നത്. 8 ദിവസം കൂടി കഴിഞ്ഞാൽ ഏതാണ്ട് 5 മാസമാകും. എറൗണ്ട് അരയാണ്ടായിട്ട് നിങ്ങൾക്ക് കൊടിവരം കെട്ടാൻ വന്നവൻ വള്ളിയുടെ കണക്ക് കൊടുത്തില്ല, പായസം വിളമ്പാൻ വന്നവൻ കശുവണ്ടിയുടെ കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടൊരു റിപ്പോർട്ട് വൈകിപ്പിക്കാൻ സാധിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ്? ഇതുമായി ബന്ധപ്പെട്ട 5 ഹർജികളാണ് കേരളത്തിന്റെ ഹൈക്കോടതിയുടെ മുമ്പിൽ അന്ന് വന്നത്. ഇത് നടത്താൻ പാടില്ല, ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് പുട്ടടിക്കാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസികൾ 5 ഹർജികൾ നൽകി. ആ ഹർജികളിൽ ഒരു അഫിഡവിറ്റ് ദേവസ്വം ബോർഡ് സമർപ്പിച്ചിട്ടുണ്ട്. ആ അഫിഡവിറ്റിൽ 2 കാര്യങ്ങൾ പറയുന്നു. ഒന്ന്, ഇത് ജൂബിലിയുമായി ബന്ധപ്പെട്ടാണ് നടത്തുന്നത്, പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ തന്നെ സുരേഷ് കുമാറിന്റെ 1ാമത്തെ വാദം റദ്ദ് ചെയ്യപ്പെടും. അതായത് പെട്ടെന്നുണ്ടായ ഒരു പരിപാടി, അങ്ങനെ പെട്ടെന്ന് വന്നപ്പോൾ ഊരാളെങ്കിലും കൊടുത്തു. ഈ പ്ലാറ്റിനം ജൂബിലി പെട്ടെന്നാണ് ഉണ്ടാവുന്നത്. അത് എത്രയോ കാലം മുമ്പ് നമുക്കറിയാം. ഇന്ന ദിവസം സെപ്റ്റംബർ 20-ാം തീയതി പ്ലാറ്റിനം ജൂബിലി ഉണ്ടാകുമെന്നറിയാൻ വേണ്ടി കണിയാനെ പോയി കാണേണ്ട കാര്യമില്ല, പാഴൂർ പടിപ്പേരയിലും പോണ്ട, എല്ലാവർക്കും അറിയാത്ത കാര്യമാണ്. അപ്പൊ പെട്ടെന്നുണ്ടായ പരിപാടി, സ്പോണ്ടേനിയസ് പ്രോഗ്രാം എന്ന വാദം റദ്ദ് ചെയ്യപ്പെടും. 2, നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഹൈക്കോടതി കൊടുത്ത അഫിഡവിറ്റിൽ പറയുന്ന 2ാമത്തെ കാര്യം, ഞങ്ങൾ സ്പോൺസർമാരെ കണ്ടെത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട്, ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് 100% സ്പോൺസേഴ്സ് അവൈലബിൾ ആണ്, അവർ പണം നൽകാമെന്ന് ഏറ്റിട്ടുണ്ട്, നയാ പൈസ അണാ പൈസ ദേവസ്വം ബോർഡിന്റെ എടുക്കേണ്ടി വരില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങൾ കണ്ടെത്തിയ സ്പോൺസർമാർ എവിടെ, ആരൊക്കെയാണത്? ഇതൊക്കെ ആരൊക്കെയാണെന്ന് പറയണ്ട, ആ സ്പോൺസർമാർ തരാമെന്ന് ഏറ്റുവെന്ന് നിങ്ങൾ ഹൈക്കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൽ പറയുന്ന സ്പോൺസർമാരുടെ പണം എവിടെ? അതിന്റെ ഉത്തരം പറഞ്ഞാൽ മതി. ആ പണം കണ്ടെത്താൻ, ആ പണം വന്നില്ലെങ്കിൽ ആ പണം എന്തുകൊണ്ട് വന്നില്ല, നിങ്ങളോട് ഏറ്റിട്ട് പിന്മാറിയ സ്പോൺസർമാർ ആരൊക്കെ എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. 1500 രൂപയാണ് ഒരു വെൽക്കം ഗിഫ്റ്റിന് മാറ്റിവെച്ചത്. പെർ ഹെഡ് എന്ന് ഞാൻ പറയില്ല, കാര്യം അവിടെ ഹെഡുകൾ ഉണ്ടായിരുന്നില്ല, ചെയറുകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് പെർ ചെയർ 1500 രൂപ വെൽക്കം ഗിഫ്റ്റ് കൊടുത്ത് നിങ്ങൾ അവിടെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തി. ആ അയ്യപ്പ സംഗമം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ നൽകിയ അഫിഡവിറ്റിൽ പറഞ്ഞ 2ാമത്തെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? 1000 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നുള്ളതാണ്. എന്റെ ചോദ്യം, ഈ പദ്ധതി കഴിഞ്ഞ്, ഈ പരിപാടി കഴിഞ്ഞ് 5 മാസം ആവാറായല്ലോ, അരയാണ്ട് കഴിയാറായല്ലോ. എന്റെ ചോദ്യം, ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ഈ അയ്യപ്പ സംഗമത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങൾ എന്തൊക്കെയാണ്? ആയതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഡിസ്കഷൻസ് നടന്നു? ആയതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ റിപ്പോർട്ടുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്? ഈ 1000 കോടി രൂപയുടെ പദ്ധതിയുമായി മുമ്പോട്ട് പോകാൻ 1 രൂപയുടെയെങ്കിലും കാല് മുന്നോട്ട് വെക്കൽ സർക്കാർ നടത്തിയിട്ടുണ്ടോ? അപ്പൊ 6 മാസമായും ആ പദ്ധതി അതിന്റെ ലക്ഷ്യം കണ്ടില്ല എന്ന് നിങ്ങൾ അംഗീകരിക്കേണ്ടതായി വരും. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ശ്രീ ഗോപികൃഷ്ണൻ, എന്താണത്? ഈ പരിപാടി സെപ്റ്റംബർ മാസം 20-ാം തീയതി അവിടെ നടക്കുന്നു. നവംബർ മാസം 15-ാം തീയതി അല്ലെങ്കിൽ 14-ാം തീയതിയാണ് മണ്ഡലകാലം തുടങ്ങുന്നത്. ഏതാണ്ട് 8, 9, 10 ദിവസങ്ങൾക്കപ്പുറത്ത് ശബരിമലയിൽ അയ്യനെ കാണാൻ വന്ന അയ്യപ്പ ഭക്തർക്ക് കരിങ്ങാലി വെള്ളം കൊടുക്കാൻ പറ്റിയില്ല സർക്കാരിന്. കരിങ്ങാലി വെള്ളം കിട്ടാതെ തല കറങ്ങി വീഴുന്ന അയ്യപ്പ ഭക്തന്മാരുടെ റിപ്പോർട്ട് 24-ന്റെ ആർക്കൈവ്സിലല്ലേ?
10 ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഈ പടയിടത്തിന്റെ സദ്യ കൂട്ടി പൗരപ്രമുഖന്മാരെന്ന് നിങ്ങൾ പേരിട്ട് വിളിക്കുന്നവർക്കെല്ലാം സദ്യ കൊടുത്ത് ആർഭാടം കാണിച്ച സർക്കാരിന് 10 ദിവസങ്ങൾക്കപ്പുറത്ത് അയ്യനെ കാണാൻ വന്ന അയ്യപ്പ ഭക്തർക്ക് കരിങ്ങാലി വെള്ളം കൊടുക്കാൻ പറ്റില്ല, ബയോ ടോയ്ലറ്റുകളില്ല, 1000-ൽ കൂടുതൽ ബയോ ടോയ്ലറ്റുകളില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നേരത്തെ എടുത്തുപാടിയ ആ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന് കരഞ്ഞു നിലവിളിക്കേണ്ടി വന്നില്ല മാധ്യമങ്ങളുടെ മുമ്പിൽ? യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളില്ല, ബയോ ടോയ്ലറ്റ് ഇല്ല, വെള്ളമില്ല, കാത്തു നിൽക്കുന്നവർക്ക് വിരിപ്പായി വെക്കാൻ സ്ഥലമില്ല, ഇൻഫ്രാസ്ട്രക്ചർ ഡിലേ ഉണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ലാഗ് ഉണ്ട് എന്ന് പറഞ്ഞ് കരയേണ്ടി വന്നില്ലേ? അപ്പൊ നിങ്ങൾ ഈ കൊടുത്ത 1500 രൂപ വെൽക്കം ഗിഫ്റ്റിന് പെർ ചെയർ മാറ്റിവെച്ച പൈസയുടെ 1000-ലൊന്ന് മാറ്റിവെച്ചിരുന്നെങ്കിൽ വെള്ളമെങ്കിലും അയ്യപ്പ ഭക്തർക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ നിങ്ങൾ നടത്തിയ അയ്യപ്പ സംഗമത്തെ പറ്റി അല്ല ഞങ്ങളുടെ ആവലാതി, ഞങ്ങളുടെ വേവലാതി. ഒന്ന്, നിങ്ങൾ ആ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ലക്ഷ്യങ്ങൾ നിർവഹിച്ചോ? ഇത് കേരളത്തിന്റെ ചോദ്യമാണ്, പ്രതിപക്ഷത്തിന്റെയോ ഗോപികൃഷ്ണന്റെയോ ചോദ്യമല്ല. നിങ്ങൾ യു ആർ അക്കൗണ്ടബിൾ. നിങ്ങൾ പറഞ്ഞ പരിപാടിയുടെ എന്ത് ലക്ഷ്യമാണ് ആ പരിപാടി കണ്ടത്? ഉത്തരം പറ. 2, ഹൈക്കോടതിയിൽ നിങ്ങൾ കൊടുത്ത അഫിഡവിറ്റ് പ്രകാരം ഇപ്പോൾ നിങ്ങൾക്ക് ആ പറയുന്ന സ്പോൺസർമാരെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഹൈക്കോടതി അലക്ഷ്യമാണ്, കോടതിക്ക് സ്വമേധയെ കേസെടുക്കാം. അടുത്ത ദിവസം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടില്ലേ? ആ റിപ്പോർട്ടിൽ ഇത് മറ്റേ മുള വാങ്ങാൻ പോയി, മുള കിട്ടിയില്ല 3000, മുള വാങ്ങാൻ വേണ്ടി കാസർഗോഡ് പോയി, കിട്ടിയില്ല 4000, പിന്നീട് കണ്ണൂർ വന്നു, കിട്ടിയില്ല 5000 എന്ന് പറഞ്ഞ് എഴുതിക്കൊണ്ട് പോയാൽ സുവോമോട്ടോ കോടതി കേസെടുക്കും സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ. നിങ്ങൾ കോടതി അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തിയത് 2 ലക്ഷങ്ങൾക്കാണ്. 1 പൈസ അടിച്ചു മാറ്റുക, 2 അവിടെ നടന്ന പെരും കൊള്ള അത് മറച്ചു വെക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. അത് തുറന്നു പറയുന്നവരെല്ലാം കുറെ പേരെ സംഘികളാക്കുക, വേറെ കുറെ പേരെ കോൺഗ്രസ് ആക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ ചാപ്പ കുത്തുന്ന പരിപാടി അത് അട്ടത്ത് വെച്ചാൽ മതി എന്ന് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.